അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ സമരസമിതി നേതാക്കളുമായി നടത്തുന്ന ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ച അവസാനിച്ചിട്ടില്ല. ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചില ഉപാധികൾ, ഈ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഉപാധികൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ ചാനലിനുള്ളിൽ കിടക്കുന്ന ഈ ടെട്രാപോഡുകൾ അത് ചൊവ്വാഴ്ച മുതൽ എടുത്ത് നീക്കാനുള്ള നടപടികൾ ആരംഭിക്കാമെന്നുള്ള ഒരു കാര്യമാണ്. തിങ്കളാഴ്ചയോടുകൂടി അതിന് ആവശ്യമായ മെഷീനറികൾ എത്തിച്ച് ചൊവ്വാഴ്ചയോടുകൂടി അത് എടുത്ത് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ എക്സ്കവേറ്ററുകൾ, ഇവിടെ 4ഓളം എക്സ്കവേറ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ മണൽ നീക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള മണൽ നീക്കം നാളെ മുതൽ സജീവമായി തന്നെ വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ നാളെ മുതൽ 10 മണിക്കൂർ പണിയെടുക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എത്രത്തോളം അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നറിയില്ല. കാരണം ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് 20 മണിക്കൂർ ഒരു ദിവസം ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിച്ച് മണൽ നീക്കുമെന്നായിരുന്നു. പക്ഷേ അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 20 ദിവസം, അത് ഈ ചാനലിനുള്ളിലേക്ക് കയറ്റിയിട്ട് അല്ലെങ്കിൽ പൊടി മുഖത്തേക്ക് കയറ്റിയിട്ട് തന്നെ 20 ദിവസത്തോളം ആകുകയാണ്. പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും തന്നെ ഇത്രയും ദിവസം എടുത്തിട്ടും ആകെ അത് പ്രവർത്തിച്ചത് ഏതാണ്ട് 14 മണിക്കൂർ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് വീണ്ടും അത് നാളെ മുതൽ 10 മണിക്കൂർ ഒരു ദിവസം പ്രവർത്തിക്കുമെന്ന് പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അല്ലെങ്കിൽ അത് ശരിക്കും അത്തരത്തിലൊരു പ്രവർത്തനമൊക്കെ തന്നെ നടക്കുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെയും സംശയമുണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും നിലവിൽ അതിന്റെ സാങ്കേതിക തകരാറുകളൊക്കെ തന്നെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ മുതൽ 10 മണിക്കൂർ ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിക്കുമെന്നുള്ളൊരു ഉറപ്പാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച മുതൽ ഈ സമയം നിലവിൽ 10 മണിക്കൂർ എന്നുള്ള സമയം വർദ്ധിപ്പിച്ച് വീണ്ടും ഏതാണ്ട് 20 മണിക്കൂർ ഒരു ദിവസം വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം സമവായമായി മുന്നോട്ടേക്ക് വച്ച കാര്യങ്ങൾ. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ അതിനോടും അതുമായി മുന്നോട്ടേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. കാരണം ചർച്ച നിലവിൽ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനീഷ, നമുക്കറിയാം അവരുടെ ഏക ജീവിത മാർഗ്ഗമാണ് ഈ കടലിൽ പോയി ജീവിക്കുക എന്നുള്ളത്. ഇവിടെയുള്ള ആളുകൾക്ക് മറ്റ് തൊഴിൽ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ കടലിൽ പോകുക എന്നുള്ള ഏക മാർഗ്ഗമാണ് ജീവിത ഉപാധിയായി അവരെ മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ ആ ഒരു ജീവിത ഉപാധിക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി തടസ്സം വന്നു നിൽക്കുന്നത്. അവർക്ക് കടലിൽ പോകാൻ കഴിയാത്ത വലിയ ബുദ്ധിമുട്ടാണ് ഉള്ളത്. ഈ പുഴി മുറിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുഴി മുറിച്ചെങ്കിൽ പോലും ഈ പോകുന്ന വള്ളങ്ങളൊക്കെ തന്നെയും ഈ മണൽത്തിട്ടയിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും അങ്ങനെ മണൽത്തിട്ടയിൽ തട്ടി ഉണ്ടായ അപകടങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മണൽ നീക്കം കാര്യക്ഷമമായി നടന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം മുതലപ്പുഴക്കാർ ഇനിയും കാണേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം ഇനി 10 ദിവസം കൂടിയേ ഉള്ളൂ കാലവർഷം കേരളത്തിലേക്ക് എത്താൻ. ഈ മാസം 27-ാം തീയതിയോടുകൂടി കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അങ്ങനെ കാലവർഷം എത്തുകയാണെങ്കിൽ കൂടുതൽ വെള്ളം കായലിൽ നിന്ന് കടലിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ മണൽ നീക്കം കാര്യക്ഷമമായി നടക്കില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം. അതിനുവേണ്ടി 2 ഡ്രഡ്ജറുകളും പ്രവർത്തിച്ചുകൊണ്ട് 2 ഡ്രഡ്ജറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യവും പറഞ്ഞുകൊണ്ടാണ് അനീഷ അവരെല്ലാം ഇവിടെ നിൽക്കുന്നത്. അതിനൊരു പരിഹാരം കാണാതെ ഇവർ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അറിയേണ്ടത് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനമാണ്. അതെന്താണെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാൻ കഴിയും. സമവായത്തിൽ പൂർണ്ണമായി എത്തിയെന്ന് പറയാൻ കഴിയില്ല. കാരണം പൂർണ്ണമായി എത്തിയെന്ന് പറയാൻ പറയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ബൈറ്റിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു അനിഷ്ട സംഭവം കൂടെ ഉണ്ടായി. അനിഷ്ട സംഭവത്തിന്റെ ഇടയിൽ ഇവിടുത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ഗ്ലാസ് പൊട്ടിയ ഒരു അവസ്ഥയുണ്ടായി. ആ പയ്യൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ആ പയ്യനെ കൂടി നമുക്ക് തന്നാൽ മാത്രമേ ഇതൊരു പൂർണ്ണമായ ഇന്നത്തെ ചർച്ച കൊണ്ടൊരു സമമായ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പം നിലവിലുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചിട്ടുണ്ട്. 20 മണിക്കൂർ തീരുമാനിച്ചിട്ടില്ല. തീരുമാനം ഇതുവരെ ഒരു പൂർണ്ണമായിട്ട് തീരുമാനിച്ച നമ്മളെ കൂട്ടത്തിലുള്ള ഒരു പയ്യനെ വിട്ടുകിട്ടാത്ത രീതിയിൽ ഇതൊരു സമവായമാവത്തില്ല. നമ്മൾ അതിനുവേണ്ടി അവരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ സമരം തുടർന്ന് തന്നെ പോകും. അല്ലാതെ നമ്മൾ അതിനകത്ത് നടന്ന ചർച്ചകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജിങ് ആരംഭിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച മുതൽ 2 ഡ്രഡ്ജർ അവർ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ചെയ്തിട്ടിരിക്കുന്ന ചന്ദ്രഗിരി 10 മണിക്കൂർ നാളെയും മറ്റന്നാളെ മുതൽ 20 മണിക്കൂറും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 എക്സലേറ്റർ എന്നുള്ളത് 7 എക്സലേറ്ററായിട്ട് നാളെ മുതൽ തുടങ്ങാമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബണ്ട് കെട്ടി മണലിൽ സംരക്ഷിക്കുന്ന ഇത് അവർ നാളെ തന്നെ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ച മുതൽ ടെട്രാപാഡുകൾ ഇടിഞ്ഞു കിടക്കുന്ന ടെട്രാപാഡുകൾ നീക്കുന്നത് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വർക്ക് തുടങ്ങാമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളുടെ ഇടയിലുണ്ടായ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് നമ്മുടെ സമരസമിതിയിൽ പെട്ട ഒരാളിനെങ്കിലും പിടിച്ച് പോലീസ് കസ്റ്റഡിയിൽ പോകുമ്പോൾ ഇതിൽ നാളെ ഞങ്ങളുടെ സമിതികൾ ഇങ്ങനെയുള്ള സമരങ്ങളിൽ ആൾക്കാരുടെ വിഘടനം ഉണ്ടാവും. അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പയ്യനിക്ക് വേണ്ടിയിട്ടുള്ള
നിലവിൽ നമ്മൾ ആവശ്യപ്പെട്ടല്ല അംഗീകരിച്ചു. രേഖാമൂലം തന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് തോന്നുന്നെങ്കിൽ രേഖാമൂലം തന്നിട്ടുള്ളത് അതേപടി അവർ നടപ്പിലാക്കിയില്ലാണെങ്കിൽ ചൊവ്വാഴ്ച 4 മണി വരെ നമ്മൾ നോക്കും. 4:30 മുതൽ നമ്മൾ ഈ പൊഴി മൂടുന്ന സമരത്തിലേക്ക് അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പോകേണ്ടി വരും. അതെ 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 തുടരും. നാളെ റോഡ് ഉപരോധമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പയ്യനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള പയ്യനെ വിട്ട് കിട്ടുക. രണ്ടാമത്തെ കാര്യം, ഈ ചൊവ്വാഴ്ച എന്നുള്ള ഒരു ഡെഡ് ഡേറ്റ് ആയിട്ട് നമ്മൾ വെച്ച് 4 മണി വരെ അവർ നമുക്ക് തന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. 4 മണി എന്നുള്ളത് 4:01 ആയിക്കഴിഞ്ഞാലും ശരി തന്നെ നമ്മൾ 4:00 കൂടി തന്നെ പൊഴി മൂടുന്ന സമരം ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുകയും ചെയ്യും.